മഹാഭാരതത്തിലെ ഇതിഹാസ കഥാപാത്രമായ ഭീഷ്മർ സ്വർഗാരോഹണം ചെയ്ത പുണ്യദിനമാണ് ഭീഷ്മാഷ്ടമി. കുരുക്ഷേത്ര യുദ്ധാനന്തരം സ്വജീവൻ വെടിയാൻ ശുഭകരമായ ഉത്തരായന പുണ്യകാലം കാത്ത് 58 ദിവസമാണ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നത്. ഒടുവിൽ മകരസംക്രമം കഴിഞ്ഞ് മാഘമാസ ശുക്ലപക്ഷ അഷ്ടമിയിൽ ഭീഷ്മർ സ്വർഗപ്രാപ്തി നേടി. ഫെബ്രുവരി 5, അതായത് ഇന്ന് ബുധനാഴ്ച. ഇന്നാണ് ഭീഷ്മാഷ്ടമി. ഇന്ന് മഹാകുംഭമേളയിൽ പുണ്യസ്നാനത്തിനായി മോദി എന്ന ഭാരതത്തിന്റെ ഭീഷ്മാചാര്യർ എത്തുകയാണ്. ഭീഷ്മരെ പോലെ രാജ്യസംരക്ഷണം തന്റെ ജീവിതവ്രതമായി സ്വീകരിച്ച നരേന്ദ്രമോദി ഭീഷ്മാഷ്ടമി ദിനത്തിൽ പുണ്യസ്നാനത്തിനായി കുംഭമേളയിൽ എത്തുന്നു. മഹത്തായ ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് മാഘ അഷ്ടമി അല്ലെങ്കിൽ ഭീഷ്മാഷ്ടമി. ഗംഗാപുത്ര ഭീഷ്മം അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹ എന്നറിയപ്പെടുന്ന ഭീഷ്മർ ഈ തിരഞ്ഞെടുത്ത ദിവസത്തിൽ തന്റെ ആത്മാവിൽ നിന്ന് വേർപിരിഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് സംഭവിച്ചത് ഉത്തരായൻ കാലഘട്ടത്തിൽ, അതായത് ദേവന്മാരുടെ പകൽ സമയത്താണ്. ശന്തനു രാജാവിന്റെയും ഗംഗാനദിയുടെയും ഇളയപുത്രനായി ജനിച്ച നിമിഷം മുതൽ ഭീഷ്മരുടെ പാത വിധിയിൽ വേർതിരിക്കപ്പെട്ടു. മഹത്വത്തിന് വിധിക്കപ്പെട്ടവനാണെങ്കിലും കുറച്ചുപേർക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ത്യാഗങ്ങളാൽ അദ്ദേഹത്തിന്റെ ഒരു യാത്ര രൂപപ്പെടുകയായിരുന്നു. ഒരു യുവരാജകുമാരൻ എന്ന നിലയിൽ ദേവവ്രതൻ ലോകം തന്റെ കാൽക്കൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പിതാവിനോടുള്ള ഭക്തി നിമിത്തം സിംഹാസനത്തിനുള്ള അവകാശം ഉപേക്ഷിച്ച് ആജീവനാന്ത ബ്രഹ്മചര്യം പ്രതിജ്ഞയെടുത്തു. ത്യാഗം വളരെ അഗാധമായിരുന്നു. ഭീഷ്മർ എന്നറിയപ്പെട്ടു. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രതിജ്ഞ എടുത്തവൻ. അങ്ങനെ പ്രത്യുപകാരമായി ഇച്ഛാമൃത്യു എന്നറിയപ്പെടുന്ന മരണസമയം തിരഞ്ഞെടുക്കാനുള്ള ശക്തി പിതാവ് അവനെ അനുഗ്രഹിച്ചു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മർ കൗരവസേനയുടെ പരമോന്നത സേനാപതിയായി സേവനം അനുഷ്ഠിച്ചു. കൂടാതെ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളായ പാണ്ഡവരോട് യുദ്ധം ചെയ്യുകയാണ് എങ്കിലും രാജ്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ കടമ നിറവേറ്റി. ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 100 ജന്മങ്ങളിലും ഒരു പാപവും ചെയ്യാത്ത തനിക്ക് എന്തുകൊണ്ടാണ് 58 ദിനം ശരശയ്യയിൽ കഴിയേണ്ടി വന്നത് എന്ന് പിതാമഹൻ വിശ്വസാക്ഷിയും സൃഷ്ടികർത്താവുമായ മധുസൂദനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി 100 ജന്മങ്ങൾക്ക് മുൻപ് ഭീഷ്മർ രാജകുമാരനായി ജനിച്ചതും ആ ജന്മത്തിൽ മൃഗയാ വിനോദവേളയിൽ ചെയ്ത പാപവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് വീണ ജീവിയെ ഭീഷ്മർ എടുത്തെറിഞ്ഞപ്പോൾ അത് ചെന്ന് വീണത് മുള്ളു നിറഞ്ഞ കുറ്റിക്കാട്ടിലാണ്. അവിടെ മുൾമുനയിൽ 58 ദിവസമാണ് ആ ജീവി നരകയാതന അനുഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അടുത്ത 100 ജന്മങ്ങളിൽ ഈ പാപഫലം അനുഭവിക്കേണ്ടി വരാതിരുന്നത് എന്ന് ഭീഷ്മർ ഭഗവാനോട് ചോദിക്കുന്നു. അതിന് ശ്രീകൃഷ്ണൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: കഴിഞ്ഞ 100 ജന്മങ്ങളിലും അങ്ങയ്ക്ക് ധർമ്മച്യുതി സംഭവിച്ചില്ല, എന്നാൽ ഈ ജന്മത്തിൽ അത് സംഭവിച്ചു. അന്ന് കൗരവസഭയിൽ ദ്രൗപദിയെ ദുര്യോധനൻ അപമാനിച്ചപ്പോൾ അങ്ങ് ആഗ്രഹിച്ചെങ്കിൽ അത് തടയാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. 100 ജന്മങ്ങളായി ആർജിച്ച പുണ്യം അത്രയും ഒരു നിമിഷം കൊണ്ട് ക്ഷയിച്ചു. അങ്ങനെ ഈ ജന്മത്തിൽ പഴയ പാപഫലം അനുഭവിക്കേണ്ടി വന്നു. കർമ്മഫലങ്ങൾ അത് പിന്തുടരുക തന്നെ ചെയ്യും. അത് അനുഭവിച്ച് തീർത്തേ പറ്റൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും, അത്ര തന്നെ. അഷ്ടവസ്തുക്കളിൽ ഒരാളിന്റെ പുനർജന്മമായ ഭീഷ്മർ 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധത്തിൽ 10 ദിവസം പോരാടി. ശേഷം പാണ്ഡവർക്ക് തന്നെ വധിക്കാനുള്ള ഉപായം പിതാമഹൻ തന്നെയാണ് ഉപദേശിച്ചത്. ഗംഗാപുത്രനായ ദേവവ്രതൻ രാജാധികാരം ഏറ്റെടുക്കില്ല, വിവാഹം പോലും ചെയ്യില്ല എന്ന ഉഗ്രപ്രതിജ്ഞയാൽ ഭീഷ്മരായി. അങ്ങനെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം എന്ന ചന്ദ്രവംശ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രമായി മാറി. കുരുക്ഷേത്ര യുദ്ധാനന്തരം തന്റെ അടുക്കലേക്ക് എത്തുന്ന യുധിഷ്ഠിരന് രാജ്യധർമ്മം, മോക്ഷധർമ്മം തുടങ്ങിയ ധർമ്മരഹസ്യം മുഴുവൻ ശരശയ്യയിൽ കിടന്ന് ഭീഷ്മ പിതാമഹൻ ഉപദേശിക്കുന്നു. തുടർന്നുള്ള യുധിഷ്ഠിരന്റെ 6 ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത്. പുരാണപ്രകാരം ഭഗവാൻ കൃഷ്ണന് മുന്നിൽ ആദ്യമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത് ഭീഷ്മ പിതാമഹനാണ്. സ്വച്ഛാമൃത്യുവായ ഭീഷ്മർ ശരശയ്യയിലെ വേദനകൾ സഹിച്ചുകൊണ്ട് താൻ കാത്തിരുന്ന ശുഭമുഹൂർത്തം സമാഗതമായപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഭഗവത് പാദങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഈ പുണ്യതിഥിയാണ് ഭീഷ്മാഷ്ടമി. ഭീഷ്മ പിതാമഹനെ അനുസ്മരിച്ച് ഈ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർമാൻസ്.